പത്തനംതിട്ടയിൽ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് പലയിടത്തും തുടരുന്നു. റാന്നി, ആറന്മുള മേഖലകളിലാണ് വെള്ളക്കെട്ടുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും മത്സ്യബന്ധന ബോട്ടുകൾ പത്തനംതിട്ടയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരുമായി ഗൂഗിൾ കെ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, അല്പസമയം മുമ്പ് വരെ മഴ മാറി നിന്നെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണോ അവിടെയുള്ളത്? ആൾക്കാരെ സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? ഏറ്റവും പുതിയ സാഹചര്യവും എന്താണ്? കെ പി, പത്തനംതിട്ട ജില്ലയിൽ ഉച്ചവരെ മഴയൊന്ന് മാറി നിന്നിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആറന്മുളയിലാണ്. ആറന്മുളയിൽ രാവിലെ മുതൽ ഇവിടുത്തെ വെള്ളക്കെട്ടുകൾ നമ്മൾ കാണിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം, കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആറന്മുളയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നിലവിൽ 16ഓളം ബോട്ടുകളാണ് ആറന്മുളയുടെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ആറന്മുളയുടെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചിട്ടുള്ളത്. മത്സ്യബന്ധന തൊഴിലാളികളും ഈ ബോട്ടിനൊപ്പമുണ്ട്. അവർ ഈ പല ഭാഗങ്ങളിലേക്കായിട്ട് ആളുകളെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ലോറിയിൽ കൊണ്ടുവന്ന ഒരു ബോട്ട് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിനോടകം തന്നെ 3-4 ബോട്ടുകൾ ഈ പ്രദേശത്തേക്ക് മാത്രമായിട്ട് വന്ന് അവയൊക്കെ വെള്ളത്തിലിറക്കി അവ ആളുകളെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് പോയി കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത ബോട്ട് വന്നിരിക്കുകയാണ്. ആ ബോട്ടിനെ വെള്ളത്തിലേക്ക് ഇറക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തങ്കശ്ശേരി എന്ന് പറയുന്ന കൊല്ലത്തെ തങ്കശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് 16ഓളം ബോട്ടുകൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്തായാലും ഈ മത്സ്യബന്ധന തൊഴിലാളികൾ കൂടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ആറന്മുളയിലും റാന്നിയിലുമൊക്കെ ആയിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന് കാര്യമായിട്ട് ഇറക്കം കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് രാവിലെ മുതൽ ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. കാരണം പമ്പാ നദിയിൽ ജലനിരപ്പ് അങ്ങനെ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആറന്മുളയുടെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ അങ്ങനെ തുടരുകയാണ്. ജലനിരപ്പ് കാര്യമായിട്ട് താഴുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ 15 സെൻറ്റിമീറ്റർ രാവിലെ തുറന്നിട്ടുണ്ടായിരുന്നു. അതുമൂലം കക്കാട്ടാറിലും പമ്പയാറിലും വെള്ളം ഉയരുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങളും മുൻകരുതലുകളും ഒക്കെ കൈക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പമ്പയാറിൽ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ആറന്മുള ഭാഗത്ത് വെള്ളക്കെട്ട് ഇങ്ങനെ തുടരുന്നത്. ഇതിനുശേഷം ഇനി അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്ക് കൂടി വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി തിരുവല്ല ഭാഗങ്ങളിലേക്ക് കൂടി ആ വെള്ളം എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അപ്പർ കുട്ടനാടൻ മേഖലകൾ കൂടി വെള്ളത്തിനടിയിലാകാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പല ആളുകളും വീട് വിട്ട് പുറത്തു വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു പരാതി ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 2ാം നിലയിലൊക്കെയാണ് അവരിയ്ക്കുന്നത്. അവർ അവരുടെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രക്ഷിക്കാൻ വരുന്ന ആളുകളെ തിരിച്ചു പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കയ്യിൽ കരുതിയിരിക്കുന്ന ഭക്ഷണവും വെള്ളവും കറണ്ടും ഒക്കെ ഇല്ലാതാകുമ്പോൾ അവർ വലിയ ബുദ്ധിമുട്ടിലാകുമെന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്നത്. എന്തായാലും ജനപ്രതിനിധികളുടെ അടക്കം നേതൃത്വത്തിൽ അങ്ങനെയുള്ള ആളുകളെ ബോധവത്കരിച്ച് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഇതിനോടൊപ്പം അനുബന്ധമായിട്ട് തന്നെ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും മന്ത്രിതലത്തിൽ PC വിഷ്ണുനാഥ് മന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ചേർന്നുകൊണ്ട് സുരക്ഷാ നടപടികൾ കൃത്യമായിട്ട് വിലയിരുത്തുകയും ആവശ്യമായ കരുതൽ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ സഹായം വിവിധ MLA മാർ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലത്ത് നിന്ന് ഇപ്പോൾ 16 ബോട്ടുകൾ കൂടി പത്തനംതിട്ട ജില്ലയിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. റാന്നി മേഖലയിലാണ് ഇന്ന് അപ്രതീക്ഷിതമായിട്ട് വെള്ളക്കയറ്റം വീണ്ടും ഉണ്ടായത്. റാന്നിയിൽ ഇന്നലെ വെള്ളമൊന്ന് ഇറങ്ങി തുടങ്ങിയതായിരുന്നു. പൂർണ്ണമായിട്ടും പ്രധാന പാതകളിൽ നിന്നൊക്കെ വെള്ളം മാറിയതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ റാന്നിയിൽ വീണ്ടും വെള്ളക്കെട്ട് അതീവ രൂക്ഷമായി മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി പെയ്തുള്ള മഴയാണ് ഇന്നത്തെ വെള്ളപ്പൊക്കത്തിന് കാരണം. ശബരിമല വനമേഖലയിൽ ഉൾപ്പെടെ കനത്ത മഴയാണ് ഇന്നലെ അർദ്ധരാത്രി പെയ്യുകയുണ്ടായത്. എന്തായാലും ആ സാഹചര്യത്തിലാണ് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ഇന്ന് പകൽ സമയത്ത് വെള്ളം കയറാനായിട്ട് ഇടയായിരിക്കുന്നത്. എന്തായാലും എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 1000-ലധികം ആളുകൾ ക്യാമ്പുകളിലേക്ക് ഇതിനോടകം തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് സുരക്ഷിതമായിട്ട് മാറ്റിയിട്ടുണ്ട്. ചിലർക്ക് ഭക്ഷണം ലഭിച്ചില്ല എന്നുള്ള പരാതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കാര്യക്ഷമമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ, പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തനം
രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് ഇറങ്ങുന്നു. അതായത് ഇവിടുത്തെ ആറന്മുളയിലായാലും റാന്നിയിലായാലും നാട്ടുകാരുൾപ്പെടെ അതിന് സഹകരിക്കുന്നുണ്ട്. അവരുടെ കൂടി നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തന നടപടികളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത്. ഈ മത്സ്യബന്ധന ബോട്ടുകളിൽ ഇവരോടൊപ്പം മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഈ പ്രദേശത്തെ പറ്റി അറിയാവുന്ന ആളുകളും പോകുന്നുണ്ട്. അവർക്കേ അറിയത്തുള്ളൂ ആരൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളും ഇവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്ന ആ കാഴ്ച നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി ബോട്ടുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ബോട്ടുകൾ വന്നത്, മത്സ്യബന്ധന ബോട്ടുകൾ വന്നത് ഏറെ ആശ്വാസമാകും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ ആളുകളെ ഒരേ സമയം തന്നെ കരക്കെത്തിക്കുവാനായിട്ട് സാധിക്കും. നേരത്തെ ഡിങ്കി ബോട്ടുകൾ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നത്. അത് ഒരേ സമയം 4 അല്ലെങ്കിൽ 5 പേർക്ക് മാത്രമേ പരമാവധി അതിൽ കയറി തിരികെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ വലിയ ബോട്ടുകൾ എത്തിച്ചു തുടങ്ങിയത് വലിയ ആശ്വാസം തന്നെയാണ്. ഒരു ഒറ്റ ട്രിപ്പിൽ തന്നെ പരമാവധി ആൾക്കാരെ കരകളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. എന്തായാലും ആറന്മുളയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ വലിയ വെള്ളക്കെട്ട് തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ ഏകദേശം അരക്കെട്ടോളം വെള്ളം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ബോട്ടുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസം ആരംഭിച്ച രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സേനാംഗങ്ങൾ മറ്റൊരു ഡിങ്കി ബോട്ടിൽ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടങ്ങളിലുള്ള ആളുകളെയൊക്കെയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ എന്തായാലും പമ്പ നദിയിൽ ജലനിരപ്പ് ഉയരാനുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കാരണം മൂഴിയാർ ഡാം തുറന്നിരിക്കുന്നത് കൊണ്ട് നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അത് കണക്കാക്കിക്കൊണ്ടുള്ള സുരക്ഷാ നടപടികളും മുൻകരുതലുകളുമാണ് ഇപ്പോൾ സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. KP, ആറന്മുളയിൽ വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ. കൊല്ലത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളടക്കം മത്സ്യബന്ധന ബോട്ടുകളടക്കം രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.